എം സ്വരാജിൻ്റെ വോട്ടാണ് PV അൻവർ വിളിക്കാൻ പോകുന്നത്. അല്ലാതെ ഞങ്ങൾ UDF വോട്ടൊന്നും UDF ഒരു വോട്ട് പോലും പോകില്ല. ഒരു വോട്ട് പോലും പോകില്ല. ഈ PV അൻവർ എന്നുള്ളൊരു ഘടകമായിട്ടെങ്കിലും പരിഗണിക്കുന്നുണ്ടോ? ഒരു ഘടകമായിട്ടും പരിഗണിക്കില്ല. അദ്ദേഹത്തിന് ഒരു 4,000 വോട്ട് കിട്ടും. അത് LDF വോട്ട് കൂടാം. അദ്ദേഹം ഒരു 5 അംഗത്തിൽ കുറയാത്ത വോട്ടിന് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ ഈ മണ്ഡലത്തിലുണ്ട്. ഗ്രൗണ്ട് സപ്പോർട്ടോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തകർ അത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ? ഗ്രൗണ്ട് തലത്തിലെ അടിസ്ഥാനപരമായിട്ട് എല്ലാ ബൂത്തുകളിലും ഈ നിയോജക മണ്ഡലത്തിനകത്തുള്ള പ്രവർത്തകന്മാർ UDF വേണ്ടി അഹോരാത്രം പാടുപെട്ട് പണിയെടുക്കുന്നു. പുറമേ നിന്ന് വരുന്ന പ്രവർത്തകന്മാർ അതിനാവശ്യമായ സപ്പോർട്ട് ചെയ്തു. ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂരിൻ്റെ അവസാനത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും ആദ്യത്തെ മുനിസിപ്പൽ ചെയർമാനുമാണ്. അപ്പോൾ 10 വർഷം അദ്ദേഹം ഒരു ത്രിതല രംഗങ്ങളിൽ ഇവിടെ നടത്തിയ സേവനങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിലയിരുത്താനുള്ള വലിയ ഒരു ഉരകല്ലാണത്. ആ 10 വർഷം അവസാനത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, ആദ്യത്തെ മുനിസിപ്പൽ ചെയർമാനാണ്. പിന്നെ 2016 അദ്ദേഹത്തിന് നിർഭാഗ്യകരമായൊരു പരാജയം പിടഞ്ഞുവെങ്കിലും ഈ മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് പാവപ്പെട്ട മനുഷ്യർക്കൊപ്പം നിന്ന് നിരവധിയായ അവരുടെ പ്രയാസങ്ങളിൽ ഒരു അത്താണി തീർത്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അതിൻ്റെയൊക്കെ ഒരു വിളവെടുപ്പ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ കരുതുകയാണ്. നിലമ്പൂരിൻ്റെ ഒരു യഥാർത്ഥ സ്ഥിതിവിശേഷം അറിയാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. കാരണം ചാനലുകളിലാണെങ്കിലും പലതരത്തിൽ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്നൊന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു സാധാരണക്കാരായിട്ടുള്ളൊരു പഴക്കച്ചവടക്കാരൻ പറഞ്ഞൊരു വാക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ആ കുടുംബത്തിൻ്റെ വാതിലുകൾ അടയാറില്ല എന്നൊരു വാക്ക് പറഞ്ഞു. എത്രത്തോളം സത്യമാണത്? അല്ല, അത് എത്രത്തോളം സത്യമാണോ എന്നുള്ളത് ആ വാക്കുകളിൽ നിന്ന് തന്നെ പ്രതിഫലിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും നമ്മളിവിടെ UDFകാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെയാണ്. ഞങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരി അത് സാക്ഷ്യപ്പെടുത്തൽ നിഷ്പക്ഷരായ പൊതുജനം പറയുമ്പോഴാണല്ലോ. അതും പിന്നെ പ്രത്യേകിച്ചൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല വിഷയത്തിൽ. രണ്ടാമത് ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂരിൻ്റെ അവസാനത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും ആദ്യത്തെ മുനിസിപ്പൽ ചെയർമാനുമാണ്. അപ്പോൾ 10 വർഷം അദ്ദേഹം ഒരു ത്രിതല രംഗങ്ങളിൽ ഇവിടെ നടത്തിയ സേവനങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിലയിരുത്താനുള്ള വലിയ ഒരു ഉരകല്ലാണത്. ആ 10 വർഷം അവസാനത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, ആദ്യത്തെ മുനിസിപ്പൽ ചെയർമാനാണ്. പിന്നെ 2016 അദ്ദേഹത്തിന് നിർഭാഗ്യകരമായൊരു പരാജയം പിടഞ്ഞുവെങ്കിലും ഈ മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് പാവപ്പെട്ട മനുഷ്യർക്കൊപ്പം നിന്ന് നിരവധിയായ അവരുടെ പ്രയാസങ്ങളിൽ ഒരു അത്താണി തീർത്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അതിൻ്റെയൊക്കെ ഒരു വിളവെടുപ്പ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ കരുതുകയാണ്. പിന്നെ സർക്കാരിനെതിരെ വ്യാപകമായ വികാരം ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് തീർച്ചയായിട്ടും ഇവിടെ വോട്ടായി മാറും. പിന്നെ ഇത്തരത്തിലൊക്കെ ചില ആളുകൾക്ക് ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നത് ഇവിടെ ഒരു മൂന്നാമതൊരു അൻവർ എന്നൊരു സ്ഥാനാർത്ഥിയുടെ രംഗപ്രവേശമാണ്. പക്ഷെ അതൊന്നും ഇതിൻ്റെ ഒരു ഇക്വിലിബ്രിയത്തെ ബാധിക്കുകയില്ല. അൻവർ അതിൻ്റെ വഴിക്ക് അങ്ങനെ പോയി അവസാനിക്കുന്നേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയാപജയങ്ങളെ ബാധിക്കുന്ന ആയി മാറിയിട്ടില്ല. അങ്ങനെയൊക്കെയാണ് ആവാനാണ് അദ്ദേഹത്തിൻ്റെ ശ്രമമെങ്കിലും നടക്കില്ല. മികച്ചൊരു ഭൂരിപക്ഷത്തോടുകൂടി ഇവിടെ വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ചോദ്യം അടുത്തത് അത് തന്നെയായിരുന്നു. ഈ അൻവർ എന്നുള്ള ഫാക്ടർ നിലമ്പൂർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? കാരണം അദ്ദേഹം രാജിവെച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു കോമ്പറ്റീഷൻ തന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം രാജിവെച്ചത് കൂടുതൽ ശക്തമായിട്ട് തിരിച്ചു വരാനാണ് എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ. പിന്നെ UDF അദ്ദേഹത്തെ ഭയങ്കരമായി ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എങ്കിലും ജനങ്ങൾ തൻ്റെ ഒപ്പം നിൽക്കുന്നുള്ള ഭയങ്കരമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ആ ആത്മവിശ്വാസം ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഘടകമായി മാറാൻ സാധ്യതയുണ്ടോ? അല്ല, ഇവിടെ അൻവറിനെ കൂടെ ചേർത്ത് പോകാനുള്ള എല്ലാ ശ്രമങ്ങളും ഐക്യജനാധിപത്യ മുന്നണി നടത്തിയെങ്കിലും നമ്മുടെ ഒരു രാഷ്ട്രീയ യുക്തിക്ക് നിരക്കാത്ത തരത്തിലുള്ള സമീപനങ്ങളും പെരുമാറ്റങ്ങളും പ്രസ്താവനകളും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അത് നടക്കാതെ പോയത്. അദ്ദേഹം ഇവിടെ 10 വർഷം അല്ലെങ്കിൽ ഒരു 9 വർഷം MLA ആയിരുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വിപുലമായ ബന്ധങ്ങളുണ്ട്. അദ്ദേഹത്തിന് CPM പ്രവർത്തകരും അണികളും അനുഭാവികളുമായിട്ടാണ് കൂടുതൽ ബന്ധം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ മിക്കതും LDF ലഭിക്കേണ്ട വോട്ടുകളാണ്, അല്ലെങ്കിൽ ആ ചേരിയിൽ നിന്നും ശ്രേണിയിൽ നിന്നും ആയിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. ഒരിക്കലും UDF വോട്ടുകൾ ഒരിക്കലും അൻവറിന് പോകില്ല എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അതങ്ങനെ ഒരു സംഘടിതമായിട്ട് എവിടെയും UDF വോട്ട് അൻവറിന് പോവുകയില്ല. പിന്നെ നമ്മൾ അപൂർവമായിട്ട് ഒരു 253-260 ബൂത്തിൽ നടക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ്. ഒറ്റപ്പെട്ട ഏതെങ്കിലും വോട്ടുകളൊക്കെ പല സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും നോട്ടൊക്കെ പോകുന്നതിനപ്പുറത്ത് അൻവറിന് UDF ചേരിയിൽ നിന്ന് വോട്ട് പോകാൻ സാധ്യതകൾ കുറവാണ്. കുറച്ച് നേരം മുമ്പ് ഇവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വന്നപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന സാമ്പിൾ വെടിക്കെട്ടാണോ നിലമ്പൂരിലേതെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയത് ഇത് സെമി ഫൈനലാണ് എന്നാണ്.
എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? അല്ല, അത് അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. കാരണം ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഈ 2026 പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കാനില്ല. രണ്ടാമതായിട്ട് ഇത് 2 തവണ LDF വിജയിച്ചൊരു മണ്ഡലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെഴുത്ത് നാളുകളിലെ കേരളം ചിന്തിക്കുന്നതിൻ്റെ വലിയൊരു ചൂണ്ടുപലകയായിരിക്കും, ഒരു തർക്കവുമില്ല. അപ്പോൾ അതിനെ സെമി ഫൈനലിൽ നിന്ന് വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ അതിന് പിന്നെ അവസാന അംഗത്തിന് മുമ്പായിട്ടുള്ള കച്ചമുറുക്കലെന്ന് വിശേഷിപ്പിക്കാം, അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാം. ആര്യടൻ ഷൗക്കത്തിൻ്റെ ഒരു ഭൂരിപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രഡിക്ഷനോ പ്രവചനമോ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, അത് നാളെയും കൂടി കഴിഞ്ഞാൽ, നമ്മുടെ ബൂത്ത് അവലോകനങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ നേതൃത്വം തന്നെ അക്കാര്യത്തിൽ നിങ്ങൾക്കൊരു സൂചനകൾ നൽകും. അത് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നത് ശരിയല്ല. എന്നാലും ഒരു 5 അക്ക ഭൂരിപക്ഷം നിർബന്ധമായിട്ട് ഇവിടെ ഉണ്ടാവും. അത് എവിടെ വരെ എത്തുമെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വ്യക്തമായിട്ട് തന്നെ അതിൻ്റെ ഒരു സൂചനകൾ ലഭ്യമാക്കും നിങ്ങളോട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നിലമ്പൂരിനെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 2026 ഒരു റിസൾട്ട് വരെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന് ഈ നിലമ്പൂരിലെ രാഷ്ട്രീയ യുദ്ധത്തെ പറയുന്നുണ്ട്. അത്തരത്തിലൊരു ദീർഘവീക്ഷണമുള്ളൊരു തെരഞ്ഞെടുപ്പാണോ ഇവിടെ നടക്കുന്നത്? തീർച്ചയായും കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ 130 മണ്ഡലത്തിലെ ജനങ്ങൾക്കും വേണ്ടി നിലമ്പൂരിലൊരു മണ്ഡലത്തിലെ ജനങ്ങൾ വിധി എഴുതാൻ പോണ തെരഞ്ഞെടുപ്പാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന 8 മാസങ്ങൾക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിലേയാണ്. ആ റിലേയോട് കൂടി തന്നെ കേരളത്തിലെ ജനതയുടെ ചിന്ത എങ്ങോട്ട് എന്നുള്ളത് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അങ്ങനൊരു നിയോഗം നിലമ്പൂരിൽ വന്നത് ഇവിടെ ഒരാൾ സൂചിപ്പിക്കേണ്ടായി, ഒരു വിയോഗത്താലല്ല, അല്ലെങ്കിൽ ആരെങ്കിലും വിദേശത്ത് പോയിട്ടല്ല. അപ്പോൾ ആ ഒരു നിയോഗത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഒരാൾ തലയിലുള്ളത് ഒഴിഞ്ഞു പോയ രീതിയിലുള്ളൊരു പ്രതീതിയാണ് ഇവിടെ ഉണ്ടാക്കിയത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ പല പണക്കാരും സ്വതന്ത്രന്മാരായി രംഗത്തിറക്കും. അവരുടെ കച്ചവടങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്കും വേണ്ടി അവർ ഭരണത്തെ ഉപയോഗിക്കും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന് മുമ്പിൽ ഈ വരുന്ന ജനപ്രതിനിധികളായി വരുന്ന ആളുകൾ വെക്കുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കുകയും ആ പാർട്ടിയുടെ ചെവിക്കുള്ളിൽ അവരുടെ ഇംഗത്തിനനുസരിച്ച് അവരുടെ ചൊൽപ്പടിക്കനുസരിച്ച് നിൽക്കാത്ത MLA-മാരായാലും നേതാക്കന്മാരായാലും അവരെ ചവിട്ടി പുറത്താക്കുന്ന സമീപനമാണ് എക്കാലത്തും CPIM സ്വീകരിച്ചു പോരുന്നത്. അതിൻ്റെ ഭാഗമായി PV അൻവർ ചില കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ആഭ്യന്തര വകുപ്പിലും അതുപോലെ തന്നെ വനവകുപ്പ് അടക്കമുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾ, അഴിമതികൾ തുറന്നു കാണിച്ചതിൻ്റെ പേരിൽ അൻവറും ഇടതുപക്ഷവും തമ്മിൽ, പ്രത്യേകിച്ച് CPIM-ഉം തമ്മിൽ അകലുകയും അൻവർ രാജിവെച്ചപ്പോൾ സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ ജനങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ജനങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണിത്. അപ്പോൾ ജനങ്ങളത് ആ അടിച്ചേൽപ്പിച്ച ആൾക്ക് മറുപടി എന്തായിരിക്കും കൊടുക്കാൻ പോവുക? ജനങ്ങളെ അടിച്ചേൽപ്പിച്ച ആളെയും അതിന് കാരണക്കാരായ CPM-നെയും ഈ മണ്ഡലത്തിൽ തൂത്തെറിയപ്പെടുകയും അതിന് നിമിത്തമായിട്ട് ഇവിടെ ജനവിധി തേടുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് നല്ല ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കാനുള്ള അവരുടെ ജനവികാരം പ്രകടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ നിലമ്പൂരിലെ ആളുകൾ പറയുന്നൊരു കാരണം CPM-നെ കുറിച്ച് പറയുന്നൊരു സംഭവമാണ്. അത് BJP-യും ഇവരും രണ്ടല്ല എന്നൊരു നിലപാട് നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിച്ചായിരുന്നു. അത് BJP-യുടെ തന്നെ ഒരു അനുഭാവ സംഘടന പോലെ CPM-നെ കാണുന്നൊരു സമീപനം നിലമ്പൂരിലെ ചിലരിൽ കണ്ടു. ഇത്രത്തോളം ഒരു രാഷ്ട്രീയ ബോധ്യം അവർക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും BJP വേറെ രീതിയിലാണ്. എന്നാൽ കേരളത്തിൽ എന്തുകൊണ്ട് BJP ഉണ്ടാകുന്നില്ല? അത് ഇടതുപക്ഷം ഉള്ളത് കൊണ്ടാണ് എന്നാണല്ലോ ഇടതുപക്ഷം പറയുന്നത്. യഥാർത്ഥത്തിൽ BJP-യുടെ പണിയും കൂടി ഇടതുപക്ഷം എടുക്കുന്നത് കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നയത്തിനൊപ്പം BJP-യും ഒപ്പം ചേർന്നുകൊണ്ട് സംഘീയപ്രവർത്തനം നടത്തുന്നതാണ് അതിന് കാരണം. ഇനി 3-ാം വട്ടം ഒരു പിണറായി വിജയൻ സർക്കാരിനെ വരാനായിട്ട് കോൺഗ്രസ് അനുവദിക്കുമോ? കോൺഗ്രസും UDF-ഉം അനുവദിക്കില്ല. കാരണം ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ഘടകങ്ങളാണുള്ളത്. ഒന്ന് UDF, ഒന്ന് LDF, ഒന്ന് NDA. NDA എന്ന് പറയുന്നത് വളരെ 3-ാം സ്ഥാനത്തുള്ളതാണ്. പിന്നെ UDF-ഉം LDF-ഉം എന്നതിൽ LDF-ന് 2 തവണ അധികാരം കിട്ടിയതോടുകൂടി കേരളത്തിലെ ജനങ്ങൾ ഇനി എക്കാലത്തും ഇടതുപക്ഷം വരാതിരിക്കാനുള്ള പ്രാർത്ഥനയും പ്രവർത്തനവുമാണ് ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ
ഈ ആര്യടൻ ഷൗക്കത്ത് നിങ്ങളുടെയൊക്കെ ബാപ്പുട്ടിക്ക അദ്ദേഹത്തിൻ്റെ ഒരു വോട്ട് പേഴ്സൻറ്റേജോ അല്ലെങ്കിൽ അദ്ദേഹം എത്ര വോട്ടുകൾക്ക് ജയിക്കും എന്നുള്ളൊരു പ്രവചനമുണ്ടോ? അദ്ദേഹം ഒരു അഞ്ചംഗത്തിൽ കുറയാത്ത വോട്ടിന് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ ഈ മണ്ഡലത്തിലുണ്ട്. ഉണ്ട്. ഗ്രൗണ്ട് സപ്പോർട്ടോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തകർ അത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ? ഗ്രൗണ്ട് തലത്തിലെ അടിസ്ഥാനപരമായിട്ട് എല്ലാ ബൂത്തുകളിലും ഈ നിയോജക മണ്ഡലത്തിനകത്തുള്ള പ്രവർത്തകന്മാർ UDF വേണ്ടി അഹോരാത്രം പാടുപെട്ട് പണിയെടുക്കുന്നു. പുറമേ നിന്ന് വരുന്ന പ്രവർത്തകന്മാർ അതിനാവശ്യമായ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുഖചിത്രമായിരിക്കും നിലമ്പൂരിൽ നിന്ന് വരുന്നത് അല്ലേ? അതെ. ഓക്കെ. താങ്ക് യു സോ മച്ച്. ആര്യാടൻ ഷൗക്കത്തിന് ഒരു വലിയ ജനപിന്തുണയുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഒരു ആൾ പറഞ്ഞൊരു കാര്യം ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചത്, ആ വാതിലുകൾ അടയാറില്ല എന്നൊരു വാക്ക് പറഞ്ഞു. അതായത് ആര്യാടൻ വീടിൻ്റെ ആ വാതിലുകൾ അടയാറില്ല എന്ന്. അത് സത്യമാണ്. അതൊരു 100% സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഏത് പാവങ്ങൾക്ക് ഏത് നട്ടപ്പാതിരിക്കും അയാളെ കയറി ചെന്നാലും അയാൾക്ക് ഏത് ഉറക്കലാണെങ്കിലും അയാളെ വിളിച്ചുണർത്തി അയാൾ കാര്യങ്ങൾ പറയാനും അത് അപ്പം തന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അയാൾ തയ്യാറായിരുന്നു. ആ ഒരു സ്റ്റേജിലേക്ക് ഷൗക്കത്തും എത്താൻ പോവുകയാണ്. ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തിന് ഇവിടെ ജയിക്കും. ഷൗക്കത്ത് എന്നുള്ളൊരു വ്യക്തി, ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഷൗക്കത്ത് എന്നുള്ളൊരു വ്യക്തി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് നിലമ്പൂരുകാർക്ക്? നിലമ്പൂരുകാർക്ക് രാഷ്ട്രീയത്തിന് പുറമെ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോഴും അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനായപ്പോഴും അദ്ദേഹം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്ത മനുഷ്യരാണ്. കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് ആൾക്കാർ. ഈ 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ടാണോ ഇത് എന്ന് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊരു സെമി ഫൈനലാണ് എന്നാണ്. അത് സത്യമാണോ? ഇത് തീർച്ചയായിട്ടും ഇതൊരു സെമി ഫൈനലാണ്. അടുത്ത ഫൈനലിൽ വളരെ ഒരു മിനിമം 100 സീറ്റോട് കൂടി UDF അധികാരത്തിൽ വരും. അതൊരു ചരിത്രമായിരിക്കും, ഒരു ചരിത്ര വിജയം. പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ളൊരു ട്രെൻഡ് നിലമ്പൂരിലെ ജനങ്ങൾ ഷൗക്കത്തിനെ വിജയിപ്പിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. ജനങ്ങൾക്ക് നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ ഇവിടുത്തെ പിണറായി വിജയന് എതിരായിട്ടുള്ള വിധിയെഴുത്ത് ഇതോടുകൂടി നടത്തും. നല്ല ഭൂരിപക്ഷത്തിന് ഒരു മാക്സിമം ഒരു മിനിമം ഒരു 20,000-ലധികം വോട്ടിന് ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. മറ്റ് 2 ഘടകങ്ങളും കൂടി ഇവിടെയുണ്ട്, എം സ്വരാജും PV അൻവറും. ഈ 2 ഘടകങ്ങളെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ എം സ്വരാജിൻ്റെ വോട്ടാണ് PV അൻവർ വിളിക്കാൻ പോകുന്നത്. അല്ലാതെ ഞങ്ങൾ UDF വോട്ടൊന്നും ഒരു വോട്ട് പോലും പോവില്ല. ഒരു വോട്ട് പോലും പോവില്ല. ഈ PV അൻവർ എന്നുള്ളൊരു ഘടകമായിട്ടെങ്കിലും പരിഗണിക്കുന്നുണ്ടോ? ഒരു ഘടകമായിട്ടും പരിഗണിക്കില്ല. അദ്ദേഹത്തിന് ഒരു 4,000 വോട്ട് കിട്ടും. അത് LDF വോട്ട് കൂടാം, അല്ല UDF വോട്ടല്ല. ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഒരു ഭൂരിപക്ഷത്തെക്കുറിച്ച് ഒരു പ്രഡിക്ഷൻ ഉണ്ടോ? ഒരു മിനിമം ഒരു 20,000 വോട്ട് ഭൂരിപക്ഷത്തിന് ജയിക്കും. ഓക്കെ, കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്.